നമസ്കാരം. മണി ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിജയ ഡയഗ്നോസ്റ്റിക് സെന്ററിനെ കുറിച്ചാണ്. ഏറ്റവും വലിയ ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോമാണ്. ഏകദേശം 200ഓളം പ്രൊഫഷണലുകൾ ഈ കമ്പനിക്കായി വർക്ക് ചെയ്യുന്നു. 20ഓളം സിറ്റീസിലായി 140 വരെ ഡയഗ്നോസ്റ്റിക് സെന്ററുകൾ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 250ഓളം കോർപ്പറേറ്റ് ക്ലയൻസ് ഈ കമ്പനിക്കുണ്ട്. കഴിഞ്ഞ 40 കൊല്ലമായി ഈ കമ്പനി ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 50 മില്യൺ കസ്റ്റമേഴ്സിനെ ഈ കമ്പനി ഇതുവരെ സെർവ് ചെയ്ത് കഴിഞ്ഞു. വിജയ ഡയഗ്നോസ്റ്റിക്സ് ഒരു കംപ്ലീറ്റ് റേഞ്ച് ഓഫ് ഡയഗ്നോസ്റ്റിക് സർവീസസ് സൊല്യൂഷൻ ആണ് ഓഫർ ചെയ്യുന്നത്. സാധാരണ ബ്ലഡ് ടെസ്റ്റ് തുടങ്ങി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള MRI സ്കാൻസും CT സ്കാൻസും അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ അഡ്വാൻസ്ഡ് ടെസ്റ്റുകളും നമുക്ക് ഇവിടെ നടത്താൻ സാധിക്കും. സുരേന്ദ്രനാഥ് റെഡ്ഡിയാണ് ഈ കമ്പനിയുടെ സ്ഥാപകൻ. അദ്ദേഹം തന്നെയാണ് ചെയർമാൻ സ്ഥാനവും വഹിക്കുന്നത്. സുപ്രത റെഡ്ഡിയാണ് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO. ഈ ഇടെ അക്വയർ ചെയ്ത PH ഡയഗ്നോസ്റ്റിക്സിന്റെ 18 സെന്ററുകളും ചേർത്ത് 145 സെന്ററുകളാണ് ഈ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത്. എല്ലാ വർഷവും ഏകദേശം 25ഓളം സെന്ററുകൾ ഈ കമ്പനി ആഡ് ചെയ്യുന്നുണ്ട്. വിജയ ഡയഗ്നോസ്റ്റിക്സ് ഫോളോ ചെയ്യുന്നത് ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ തന്നെയാണ്. അതിൽ ആകെയുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ സ്പോക്സ് ഓൺ ചെയ്യുന്നത് കമ്പനീസ് ആയിരിക്കും. സാധാരണ ഫ്രാഞ്ചൈസീസ് ആണ് ഓൺ ചെയ്യുക, പകരം ഇവിടെ കമ്പനി ഓൺഡ് ആയിട്ടുള്ള സ്പോക്സ് ആണ്. അതുപോലെ വിജയ ഡയഗ്നോസ്റ്റിക്സിൽ റേഡിയോളജി സർവീസസ് ആയിട്ടുള്ള എക്സ്റേയും ECGയും അൾട്രാസൗണ്ടും അതിന്റെ ഒപ്പം തന്നെ ഒരു കളക്ഷൻ സെന്റർ ആയിട്ട് സെന്റർ വർക്ക് ചെയ്യും. അതുപോലെ ഹബ്സിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ സൈസ് തന്നെ 10 ടൈംസ് ബിഗർ ദാൻ സ്പോക്സ്. അത് അതേസമയം നമുക്ക് MRI ടെസ്റ്റുകളും അതുപോലെ CT സ്കാൻസും ഒക്കെ നടത്താനും അതുപോലെ സെന്ററായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ പ്രോസസിംഗ് ലാബായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. പാത്തോളജിക്ക് വേണ്ടിയിട്ടുള്ള പ്രോസസിംഗ് ലാബായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. അതേസമയം ഫ്ലാഗ്ഷിപ്പ് സെന്റേഴ്സിൽ എല്ലാ ഹൈ എൻഡ് റേഡിയോളജി പാത്തോളജി ടെസ്റ്റുകൾ അവിടെ വെച്ചിട്ടാണ് നടത്തുന്നത്. ഈ പറഞ്ഞ ഹൈ എൻഡ് ആയിട്ടുള്ള ആ ടൈപ്പ് റേഡിയോളജി ടെസ്റ്റുകളും പാത്തോളജി ടെസ്റ്റുകളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളെല്ലാം ഇവിടെ വെച്ചിട്ടാണ് നടത്തുന്നത്. സ്പോക്സ് ഉണ്ടാവും, ഹബ്ബുകൾ, ഫ്ലാഗ്ഷിപ്പ് സെന്റേഴ്സ്. ഫോളോ ചെയ്യുന്ന ഒരു ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതിൽ സ്പോക്സിൽ കസ്റ്റമേഴ്സിന് വന്നിട്ട് ലാബ് സാമ്പിൾ കളക്ഷൻ അതുപോലെ ബേസിക് റേഡിയോളജി എല്ലാം ഇവിടെ ചെയ്യാൻ പറ്റും. ഹബ്സിലാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ലാബ് സാമ്പിൾ കളക്ഷനും അതുപോലെ റേഡിയോളജി, ബേസിക് റേഡിയോളജി, അഡ്വാൻസ്ഡ് MRI, CT സ്കാൻ, സ്പെക്ട് തുടങ്ങിയ സർവീസസ് എല്ലാം ഈ പറഞ്ഞ ഹബ്സിൽ ചെയ്യാൻ പറ്റും. ഫ്ലാഗ്ഷിപ്പ് സെന്ററിലാണെന്നുണ്ടെങ്കിൽ ലാബ് സാമ്പിൾ കളക്ഷൻ അതുപോലെ ബേസിക് റേഡിയോളജി, കംപ്ലീറ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റേഡിയോളജി അതായത് MRI, CT സ്കാൻ, സ്പെക്ട്, PT, CT ഇതെല്ലാം വിജയ ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ ഫ്ലാഗ്ഷിപ്പ് സെന്ററിലാണ് ചെയ്യാൻ പറ്റുക. അതുപോലെ അവർക്കൊരു നാഷണൽ റെഫറൻസ് ലാബും അതുപോലെ പല റെഫറൻസ് ലാബുകളും 14ഓളം റെഫറൻസ് ലാബുകളും അവൈലബിൾ ആണ്. വിജയ ഡയഗ്നോസ്റ്റിക്സ് 9 ഹബ്ബുകൾ തുടങ്ങാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട് അടുത്ത 18 മാസത്തിനുള്ളിൽ. അത് 2 പൂനെയിലും 3 വെസ്റ്റ് ബംഗാളിലും 4 തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമാണ് തുടങ്ങുന്നത്. സ്കോർ ചെയ്തിട്ടുള്ള PH ഡയഗ്നോസ്റ്റിക്സിന്റെ റീബ്രാൻഡിംഗ് നടന്നു കഴിഞ്ഞു. വിജയ PH ഡയഗ്നോസ്റ്റിക് സെന്റർ എന്ന റീനെയിം ചെയ്ത് കഴിഞ്ഞു. വിജയ ഡയഗ്നോസ്റ്റിക്സിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ 40 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ഈ ഫീൽഡിൽ. ഡയഗ്നോസ്റ്റിക് ഫീൽഡിൽ 40 ഇയേഴ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഒരു വളരെ ക്വാളിറ്റി ഡയഗ്നോസ്റ്റിക്സ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിലാണ് ക്ലയൻസിന് കൊടുക്കുന്നത്. അതുപോലെ അവർക്ക് 146 സെന്റേഴ്സ് ഉണ്ട്. 146 സെന്റേഴ്സ് 23 സിറ്റീസിൽ 146 സെന്റേഴ്സ് അവൈലബിൾ ആണ്. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫെസിലിറ്റി, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി, ഇതാണ് അവരുടെ ഏറ്റവും ഫീച്ചർ. അതുപോലെ 250ഓളം ഡോക്ടേഴ്സ്, റേഡിയോളജിസ്റ്റ് ആണെങ്കിലും പാത്തോളജിസ്റ്റ്, മൈക്രോബയോളജിസ്റ്റുകൾ 0.6 മില്യൺ ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ഇതായിട്ട് പറയുന്നത് ക്വാളിറ്റി, അതുപോലെ ആക്യുറേറ്റ് ആയിട്ട് ഡയഗ്നോസ്റ്റിക്സ്, അതുപോലെ അറ്റ് എ വെരി അഫോർഡബിൾ പ്രൈസ്. ഇതാണ് അവർ ഓഫർ ചെയ്യുന്നത്. വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ സൗത്ത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഡയഗ്നോസ്റ്റിക് ചെയിൻ ആണ്. അവർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പാത്തോളജി ടെസ്റ്റുകൾ അതുപോലെ അഡ്വാൻസ്ഡ് റേഡിയോളജി ടെസ്റ്റുകൾ എല്ലാം അവർ ചെയ്യും. അതുപോലെ കമ്പനി വെൽനസ് പാക്കേജസ്, കോർപ്പറേറ്റ്സിനൊക്കെയുള്ള വെൽനസ് പാക്കേജുകൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു ഹബ് ആൻഡ് സ്പോക്ക് മോഡലാണ്. അതുപോലെ റീസെന്റ് ആയിട്ടുള്ള ഒരു അക്വിസിഷൻ നടത്തിയത് PH ഡയഗ്നോസ്റ്റിക്സ് ഡിസംബറിലാണ് നടത്തിയത്. ഒരു 18ഓളം സെന്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വിജയ PH ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്, എന്ന പേരിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് ഹബ് സെന്റർ ആയിട്ട് കൊൽക്കത്തയിൽ സ്റ്റാർട്ട് ചെയ്ത് വിജയ ഡയഗ്നോസ്റ്റിക്സിന്റെ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് വളരെ സ്ട്രോങ് ആണ്. അതുപോലെ അവര് പ്രസൻസ്, അതുപോലെ ബെസ്റ്റ് സർവീസ്, ഇതാണ് അവരെ വ്യത്യസ്തരാക്കുന്ന അവരുടെ ഫീച്ചേഴ്സ്. നമുക്ക് വിജയ ഡയഗ്നോസ്റ്റിക്സിന്റെ പ്രൈസ് ചാർട്ട് ഒന്ന് നോക്കാം. കഴിഞ്ഞ ഒരു കൊല്ലം 54% റിട്ടേൺ നേടിക്കൊടുത്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഏകദേശം 800 മേലെ ആണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് വന്ന് 9,400 crores ആണ്. PE റേഷ്യോ വന്ന് 80യുടെ
അടുത്താണ് വരുന്നത്. ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് സീറോ ഡെറ്റ് കമ്പനിയാണ്. അതുപോലെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 29.40% ആണ്. വിജയ ഡയഗ്നോസ്റ്റിക്സിന്റെ കഴിഞ്ഞ കൊല്ലത്തെ സെയിൽ നമുക്ക് നോക്കാം. കഴിഞ്ഞ കൊല്ലം വരെയുള്ള റവന്യൂ അതുപോലെ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് നോക്കാം. 2024 525 കോടി രൂപയായിരുന്നു റവന്യൂ, 114 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റ്. ഇതിനകത്ത് നോക്കിയാൽ അറിയാം റവന്യൂ എല്ലാം ഒരു ഗ്രോയിങ് ട്രെൻഡാണ്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലും ഒരു ഗ്രോയിങ് ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ 3 കൊല്ലത്തെ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 12.65 ആണ് വരുന്നത്. കഴിഞ്ഞ ഒരു കൊല്ലത്തെ സെയിൽസ് ഗ്രോത്ത് 16.78 ആണ്. കഴിഞ്ഞ 5 കൊല്ലത്തെ സെയിൽസ് ഗ്രോത്ത് വന്ന് CAGR വന്ന് 13.47% വെച്ച് ഗ്രോ ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 3 കൊല്ലത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 11.43 CAGR ആണ് വരുന്നത്. കഴിഞ്ഞ ഒരു കൊല്ലത്തെ 37.69 കഴിഞ്ഞ 5 കൊല്ലത്തെ 18.79 ആണ്. നല്ല ഗ്രോത്തുള്ള ഒരു പ്രോഫിറ്റ് ഗ്രോത്തുള്ള ഒരു കമ്പനി തന്നെയാണ് വിജയ ഡയഗ്നോസ്റ്റിക്സ്. അതുപോലെ റവന്യൂ മിക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ റേഡിയോളജി ഈസ് കോൺട്രിബ്യൂട്ടിംഗ് 37%, പാത്തോളജി ഈസ് കോൺട്രിബ്യൂട്ടിംഗ് 63%. ലൊക്കേഷൻ വൈസ് ബ്രേക്കപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആന്ധ്രയും തെലങ്കാനയും കൂടിയിട്ട് 96% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതേസമയം ബാക്കിയുള്ളത് വരുന്നത് അത് അതേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്നത് 3.8% ആണ് വരുന്നത് റവന്യൂ മിക്സ്. ഈയിടെ വേറെ ചെയ്ത PH ഡയഗ്നോസ്റ്റിക്സ് ഇതൊരു പൂനെ ബേസ്ഡ് കമ്പനിയാണ്. അവരുടെ 18ഓളം സെന്ററുകൾ 134 കോടി രൂപയ്ക്കാണ് ക്വയർ ചെയ്തത്. ഇതാണ് അവരുടെ ഫിനാൻഷ്യൽ ഹൈലൈറ്റ്സ്. ഏകദേശം 547 കോടി രൂപയാണ് റവന്യൂ ഫ്രം ദ ഓപ്പറേഷൻസ്. അതുപോലെ 220 crores ആണ് EBITDA. അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വന്ന് 118 crores ആണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. PAT മാർജിൻ വന്ന് 21.7% ആണ്. ഇതാണ് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട്സ്. ഇയർ ഓൺ ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 28% റവന്യൂ ഗ്രോത്ത് ഉണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17% ആണ് ഗ്രോത്ത് വരുന്നത്, റവന്യൂ ഗ്രോത്ത്. ടോട്ടൽ ടെസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24% ഗ്രോത്ത് ഉണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16.7% ആണ് ഗ്രോത്ത് വരുന്നത്. കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പ്രൊമോട്ടേഴ്സിന്റെ അടുത്ത് 53%, മ്യൂച്വൽ ഫണ്ട്സിന്റെ അടുത്ത് 20.9%, FIIസിന്റെ അടുത്ത് 20%. ബാക്കിയുള്ളതാണ് ജനറൽ പബ്ലിക്കിന്റെ അടുത്ത് ഉള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞു ഡെറ്റ് 0 ആണെന്ന് പറഞ്ഞു. അത് 2023 0.02 ആയിരുന്നു, അത് 0.03 ആയി. ഡെറ്റ് ഓൾമോസ്റ്റ് 0 ആണ് കമ്പനിയുടെ. കഴിഞ്ഞ 5-6 കൊല്ലത്തെ ക്യാപെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 175 കോടി രൂപയാണ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ്. അതിൽ ക്യാപെക്സ് വന്ന് 75 crores അടുത്താണ് വരുന്നത്, 80 crores അടുത്താണ് വരുന്നത്. അതിൽ ഫ്രീ ക്യാഷ് ഫ്ലോ വന്ന് ഓൾമോസ്റ്റ് 100 crores അടുത്ത് ഫ്രീ ക്യാഷ് ഫ്ലോ വരുന്നുണ്ട്. വിജയ ഡയഗ്നോസ്റ്റിക്സ് ഒരു ലോങ് ടേം ഹോൾഡിങ്ങിനെ പറ്റിയൊരു ഷെയറാണ്. അടുത്ത ഒരു 10 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഷെയറുകളിൽപ്പെട്ട ഒരു കമ്പനിയാണ്. നിങ്ങൾ നിങ്ങളുടെ അഡ്വൈസറെ സമീപിക്കൂ. അവരുടെ അഡ്വൈസറിനനുസരിച്ച് യു ക്യാൻ ടേക്ക് എ കോൾ. നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ഇത് ആഡ് ചെയ്തോളൂ.